ഇനി നമ്മളടുത്തത് പഠിക്കാൻ പോകുന്നത് എബ്നോർമാലിറ്റീസ് ഓഫ് മിക്റ്റുറേഷൻ. അതായത് ഇപ്പോൾ ഓൾറെഡി മിക്റ്റുറേഷൻ അല്ലെങ്കിൽ യൂറിനേഷൻ എന്താണ്, എങ്ങനെയാണ് അത് സംഭവിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ പഠിച്ചു. ഇനി അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന 2 ഡിസോർഡേഴ്സാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 2 എണ്ണമാണ് മെയിനായിട്ടും പഠിക്കാനുള്ളത്. ഒന്ന് എറ്റോണിക് ബ്ലാഡർ, മറ്റൊന്ന് ഓട്ടോമാറ്റിക് ബ്ലാഡർ. ഇതാണ് 2 കണ്ടീഷൻസ്, എറ്റോണിക് ബ്ലാഡർ ആൻഡ് ഓട്ടോമാറ്റിക് ബ്ലാഡർ. അപ്പോൾ എറ്റോണിക് ബ്ലാഡറിനെ പറയുന്ന മറ്റൊരു പേരാണ് എ കൺട്രാക്റ്റൈൽ ബ്ലാഡർ. ഓക്കെ, കൺട്രാക്റ്റ് ചെയ്യാൻ പറ്റാത്ത ബ്ലാഡർ. അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആ മസിൽസിന് കംപ്ലീറ്റ് ആയിട്ടും കൺട്രാക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ മിക്റ്റുറേഷൻ റിഫ്ലെക്സ് പഠിച്ചപ്പോൾ അവിടെ പഠിച്ചു സ്ട്രെച്ച് റിസെപ്റ്റേഴ്സ് ഉണ്ടാകുമ്പോൾ സെൻസറി നെർവ്സ് വഴി സ്പൈനൽ കോഡിലേക്ക് ഇൻഫോർമേഷൻ എത്തുന്നു. അപ്പോൾ സ്പൈനൽ കോഡ് ഈ മസിൽസ് കൺട്രാക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മോട്ടോർ ഇമ്പൾസ് മോട്ടോർ നെർവിൽ കൂടെ പാസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ എറ്റോണിക് ബ്ലാഡറിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു സെൻസറി ഇമ്പൾസസ് സ്പൈനൽ കോഡിലേക്ക് എത്തും. പക്ഷേ മോട്ടോർ ഇമ്പൾസസ്, അതായത് മോട്ടോർ നെർവ് വഴി മസിൽസ് കൺട്രാക്റ്റ് ചെയ്യാനായിട്ടുള്ള ആ ഒരു ഇമ്പൾസ് ബ്ലാഡറിലേക്ക് എത്തില്ല. അത് പല കാരണങ്ങളും കൊണ്ടാവും. ചിലപ്പോൾ അവിടെ വരുന്ന ഏതെങ്കിലും ഒബ്സ്ട്രക്ഷൻസ് കാരണമാവാം, ബ്ലാഡറിൽ വരുന്ന വല്ല ഒബ്സ്ട്രക്ഷൻസ് കാരണമാവാം, അല്ലെങ്കിൽ നെർവിന് എന്തെങ്കിലും ഡാമേജ് കൊണ്ടാവാം, അങ്ങനെ പല റീസൺസും ആവാം. അപ്പോൾ എന്താണെങ്കിലും അങ്ങനത്തെ റീസൺസ് കൊണ്ട് ബ്ലാഡറിലേക്ക് അല്ലെങ്കിൽ ബ്ലാഡർ മസിൽസ് കൺട്രാക്റ്റ് ചെയ്യാനുള്ള ആ ഒരു സ്റ്റിമുലേഷൻ എത്തില്ല. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക, യൂറിൻ ഇങ്ങനെ ബ്ലാഡറിനകത്ത് ഫില്ലായിക്കൊണ്ടേയിരിക്കും. നമുക്ക് യൂറിനേറ്റ് ചെയ്യാൻ ടെൻഡൻസി ഒക്കെ ഉണ്ടാവും. പോയി ഇരുന്ന് കഴിഞ്ഞാലോ ഒന്നും പോവില്ല. നമ്മൾ യൂറിനേറ്റ് ചെയ്യാൻ പോയിരുന്നാലും ഒന്നും പോവില്ല. പക്ഷേ ബ്ലാഡർ നന്നായിട്ട് ഫില്ലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് സ്പിൽ ഔട്ട് ചെയ്യാൻ തുടങ്ങും. അതായത് ഓവർഫ്ലോ ആവാൻ തുടങ്ങും. ഡ്രോപ്പായിട്ട് ഇങ്ങനെ ഓവർഫ്ലോ ആവാൻ തുടങ്ങും. ആ ഒരു കണ്ടീഷനെ ആണ് എറ്റോണിക് ബ്ലാഡർ എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലാഡർ ലീക്കേജ്, യൂറിൻ ലീക്കേജും ഡിസ്കംഫേർട്ടൊക്കെയാണ് അപ്പോൾ ഉണ്ടാവുന്നത്. മെയിനായിട്ടും നെർവ് ഡാമേജസ് ഒക്കെ വരുമ്പോഴാണ് ഇത് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ചെറിയ ഒബ്സ്ട്രക്ഷൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ. ഓക്കെ, പിന്നെ രണ്ടാമത്തെ വരുന്നത് ഓട്ടോമാറ്റിക് ബ്ലാഡർ. അപ്പോൾ ഈ ഓട്ടോമാറ്റിക് ബ്ലാഡർ എന്ന് പറയുന്നത് ഈ യൂറിൻ പിടിച്ചു വയ്ക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ യൂറിനേറ്റ് ചെയ്യാൻ പോകാൻ അല്ലെങ്കിൽ വാഷ്റൂമിൽ പോകാൻ ദേഷ്യം ഉള്ള ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യും, മാക്സിമം യൂറിനെ പിടിച്ചു വെച്ച് അവസാനം ഇനി കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ള സിറ്റുവേഷൻ വരുമ്പോൾ മാത്രം ബാത്റൂമിലേക്ക് പോകും. അങ്ങനെയുള്ള ചില ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം, ഈ ഇങ്ങനെ യൂറിൻ പിടിച്ചു വയ്ക്കുന്ന കാര്യം സ്ഥിരമായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ, ഓക്കെ, ഡെയിലി ബേസിസിലൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വരുന്നതാണ് ഈ ഓട്ടോമാറ്റിക് ബ്ലാഡർ എന്ന് പറയുന്ന കണ്ടീഷൻ. അപ്പോൾ അവിടെ എന്താ പ്രശ്നം പറ്റുന്നതെന്ന് വെച്ചാൽ ഈ യൂറിൻ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് ആ മസിൽസ് കുറേ കഴിയുമ്പോൾ അങ്ങോട്ട് ഭയങ്കരമായിട്ട് വീക്കാവും. അവർക്ക് ഇനി പിടിച്ചു വയ്ക്കാൻ പറ്റാത്ത കണ്ടീഷൻ വരും. അതായത് നമ്മുടെ ഇപ്പോൾ ഈ ഇലാസ്റ്റിക്കൊക്കെ ഉള്ള ഡ്രസ്സുകളില്ലേ, അത് നല്ല പോലെ വലിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, നമുക്ക് ആ ഡ്രസ്സ് ഇടാൻ പറ്റുമോ? ഇല്ല, ലൂസായി ചിലപ്പോൾ ഇട്ടതുപോലെ തന്നെ ഇങ്ങനെ അഴിഞ്ഞു വീഴുകയും ചെയ്യും. അത് ആ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. അതേപോലെ തന്നെ ഇവിടെ യൂറിൻ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് യൂറിൻ്റെ മസിൽസിൻ്റെ യൂറിനറി ബ്ലാഡറിൻ്റെ മസിൽസിൻ്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടും. അങ്ങനെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുമ്പോൾ അതിനകത്ത് പിന്നെ യൂറിൻ പിടിച്ചു വയ്ക്കാൻ പറ്റാത്ത കണ്ടീഷൻ വരും. അപ്പോൾ കുറച്ച് യൂറിൻ വന്നാൽ തന്നെ അത് ഉടനെ പുറത്തേക്ക് പോകുന്നൊരു കണ്ടീഷൻ വരും. നമ്മൾ പോലും അറിയാതെ ചിലപ്പോൾ യൂറിൻ പോയി എന്നും ഇരിക്കും. അങ്ങനെയുള്ള കണ്ടീഷനെയാണ് ഓട്ടോമാറ്റിക് ബ്ലാഡർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ഈ വാഷ്റൂം പോകാൻ ദേഷ്യമുള്ള ആൾക്കാർ, അതും പറഞ്ഞിട്ട് യൂറിൻ പിടിച്ചു വയ്ക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള അസുഖം പിന്നീട് നിങ്ങൾക്ക് വരും. അത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബോറായിരിക്കും. അപ്പോൾ അങ്ങനത്തെ സ്വഭാവങ്ങളുണ്ടെങ്കിൽ അത് മാറ്റിവെക്കുക. ഇനി വല്ലപ്പോഴും ഒരിക്കൽ, ചിലപ്പോൾ വേണമെങ്കിൽ വർഷത്തിലൊരിക്കൽ മറ്റോ നമ്മൾ എവിടെയെങ്കിലും ഒരു യാത്ര പോകുന്ന സമയത്ത് ഇങ്ങനെ യൂറിൻ പിടിച്ചു വെച്ചു, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സിറ്റുവേഷൻസ് കൊണ്ട് യൂറിൻ പിടിച്ചു വെച്ചു 1-2 തവണ ഉണ്ടായി എന്ന് വെച്ചതുകൊണ്ടൊന്നും ഓട്ടോമാറ്റിക് ബ്ലാഡർ വരില്ല. സ്ഥിരമായിട്ട് അല്ലെങ്കിൽ മിക്കപ്പോഴും ചെയ്യുന്ന ആൾക്കാർക്കാണ് ഈ അസുഖം വരുന്നത്. ഓക്കെ, അത് പ്രത്യേകം പറയുന്നു. ആൻഡ് ദ നെക്സ്റ്റ് ടോപ്പിക് ഡയാലിസിസ്. ഇപ്പോൾ ഡയാലിസിസ് എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇറ്റ് ഈസ് കോൾഡ് ആർട്ടിഫിഷ്യൽ കിഡ്നി. നോർമൽ നമ്മുടെ ശരിക്കുള്ള കിഡ്നി ഫങ്ഷണൽ ആവാതെ വരുമ്പോൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഡയാലിസിസ്. എല്ലാവർക്കും അറിയാവുന്നൊരു ടേം ആയിരിക്കും.
അപ്പോൾ അത് 2 തരമുണ്ട്, ഹീമോ ഡയാലിസിസ് ആൻഡ് പെരിറ്റോണിയൽ ഡയാലിസിസ്. അപ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് ചെയ്യുന്നത് ഹീമോ ഡയാലിസിസ് ആണ്. പെരിറ്റോണിയൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ഹീമോ ആണ് എപ്പോഴും ചെയ്യാറ്. അപ്പോൾ ഈ ഒരു കിഡ്നിയെങ്കിലും ഫങ്ഷണലാണെങ്കിൽ, അല്ലെങ്കിൽ ആ കിഡ്നിയുടെ ഒരു 50% ഫങ്ഷണലാണെങ്കിലും ഡയാലിസിസിൻ്റെ അത്ര ആവശ്യം വരില്ല. പക്ഷേ 2 കിഡ്നിയും പോയി ഒരു തരത്തിലും ഇനി പോസിബിൾ അല്ല എന്ന് വരുമ്പോഴാണ് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ആ ഡാമേജിനെ ബേസ് ചെയ്തിട്ട് എത്രമാത്രം കിഡ്നി ഡാമേജ് ഉണ്ട് അതിനനുസരിച്ചിട്ടാണ് ഡയാലിസിസിൻ്റെ ആ ഒരു ഡേയ്സൊക്കെ ഫിക്സ് ചെയ്യുന്നത്. ചിലർക്ക് ആഴ്ചയിൽ ഒരിക്കലൊക്കെ മതിയാവും. പക്ഷേ തീരെ മോശം കണ്ടീഷനാണ്, കിഡ്നി തീരെ പോയി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഡെയിലി ബേസിസിലൊക്കെ വേണ്ടി വരും. അപ്പോൾ എന്താണ് ഈ ഡയാലിസിസിൽ ചെയ്യുന്നത്? നമ്മൾ ഏറ്റവും ആദ്യം ഹീമോ ഡയാലിസിസിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. എന്താണ് അതിനകത്ത് ആദ്യം ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതാണ് ഒരു ഹീമോ ഡയാലിസിസ് യൂണിറ്റ് വരുന്നത്. അപ്പോൾ ഇതിന് ഒരു ഡയലൈസർ യൂണിറ്റ് എന്നാണ് നമ്മൾ പറയുക, അല്ലെങ്കിൽ ഡയലൈസിങ് യൂണിറ്റ് എന്നും പറയാറുണ്ട്. അതിൽ ഈ പിക്ചറിൽ കാണിച്ചിട്ടുള്ളതുപോലെ ഏറ്റവും ആദ്യം അതിന് 2 ട്യൂബ്സ് ഉണ്ട്. ഒരു ഇൻലെറ്റ് ട്യൂബുണ്ട്, ഒരു ഔട്ട്ലെറ്റ് ട്യൂബുണ്ട്. ഈ ഇൻലെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഡയലൈസർ യൂണിറ്റിലേക്കുള്ള ഇൻലെറ്റ് ട്യൂബാണ്. അപ്പോൾ ആ ഇൻലെറ്റ് ട്യൂബ് നമ്മുടെ ആർട്ടറിയുമായിട്ടാണ് കണക്ട് ചെയ്യുക, ആൻഡ് ഔട്ട്ലെറ്റ് ട്യൂബ് വെയിനുമായിട്ട് കണക്ട് ചെയ്യും. എന്താ വെച്ചെങ്കിൽ ഗ്ലോമറുലസിനകത്ത് വരുന്നത് പ്യുവർ ബ്ലഡാണ് അല്ലേ, ആർട്ടീരിയോൾസിൽ നിന്ന് വരുന്ന ബ്ലഡാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെയും നമ്മളൊരു ആർട്ടറീനെ ആണ് ആ ഇൻലെറ്റ് ട്യൂബുമായിട്ട് കണക്ട് ചെയ്തത്. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ബൈപ്പാസ് പോലെയാണ്, അല്ലെങ്കിൽ ഈ ബ്ലഡ് കയ്യിലേക്ക് ഇങ്ങോട്ട് എത്തുന്നതിന് പകരം അത് നേരെ ഇങ്ങനെ ഒരു ഡയാലിസിസ് യൂണിറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ബ്ലഡ് ആദ്യം ഈ ഇൻലെറ്റിൽ കൂടെ ഡയാലിസർ യൂണിറ്റിലേക്ക് കയറുന്നു. അപ്പോൾ എന്താണെങ്കിലും ബ്ലഡ് ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു. അപ്പോൾ ക്ലോട്ടിങ് ടെൻഡൻസി നല്ലപോലെ കൂടുതലായിരിക്കും. ക്ലോട്ട് ആവാതിരിക്കാൻ വേണ്ടി ഇതിനകത്തേക്ക്, ഇൻലെറ്റിനകത്തേക്ക് ഒരു ആൻറ്റി കൊയഗുലൻറ്റും ഇതേപോലെ ഇഞ്ചെക്ട് ചെയ്ത് വിടും. അങ്ങനെ ആകുമ്പോൾ ആ ബ്ലഡ് എവിടെ വെച്ചിട്ടും ക്ലോട്ട് ആവില്ല. അങ്ങനെ ആർട്ടറിയിൽ കൂടെ വരുന്ന ആ ബ്ലഡ് നേരെ ഈ ഡയാലിസർ യൂണിറ്റിലേക്ക് വന്നിട്ട് ഇങ്ങനെ ഒരു മെംബ്രെയിനസ് പാർട്ടിലേക്ക് എത്തുന്നു. ഡയലൈസർ മെംബ്രെയിൻ എന്നാണ് അതിനെ പറയുക. ആ മെംബ്രെയിനസ് പാർട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ ഈ ബ്ലഡ് ഫ്ലോ ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട്. പിന്നെ ആ ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അവിടെ ഒരു ഡയലൈസിങ് മെംബ്രെയിൻ ഉണ്ട്. നമ്മുടെ ഫിൽട്രേഷൻ മെംബ്രെയിൻ പോലെ തന്നെ ഹോൾസൊക്കെയുള്ള മെംബ്രെയിനാണ് ഡയലൈസർ മെംബ്രെയിൻ. ആ മെംബ്രെയിനിൻ്റെ മറ്റേ എൻഡിൽ, അല്ലെങ്കിൽ അത് ആ ഒരു ചേംബറിനെ 2ആക്കി തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു യൂണിറ്റിനെ 2ആക്കി തിരിക്കുന്നു. അപ്പോൾ അതിൽ ഒരു ഭാഗത്ത് കൂടെ ബ്ലഡ് ഇങ്ങനെ പാസ് ചെയ്ത് പോകും, മറ്റേ ഭാഗത്താണെങ്കിൽ ഒരു ഡയലൈസർ ഫ്ലൂയിഡ് ആഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഡയലൈസർ ഫ്ലൂയിഡിനകത്ത് നമ്മുടെ ശരീരത്തിൽ നിന്നും എക്സ്ക്രീറ്റ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഇല്ലേ, H+ അയോൺസ്, K+ അയോൺസ്, പിന്നെ അതേപോലെ വേറെ എന്തെങ്കിലുമൊക്കെ ഡ്രഗ്സിൻ്റെ കോമ്പൗണ്ട്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ മെറ്റീരിയൽസ് എല്ലാം 0 കോൺസെൻട്രേഷനിലായിരിക്കും ഈ ഒരു ഫ്ലൂയിഡിനകത്ത് ഉണ്ടായിരിക്കുക. അതേസമയം നമ്മുടെ ബോഡി റീഅബ്സോർപ്ഷൻ ചെയ്യുന്ന സോഡിയം അയോൺസ്, കാൽഷ്യം അയോൺസ്, ബൈകാർബണേറ്റ് അയോൺസ്, അങ്ങനത്തെ ഉള്ള ഗ്ലൂക്കോസ്, എമിനോ ആസിഡ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഹൈ കോൺസെൻട്രേഷനിലുമായിരിക്കും ഉണ്ടാവുക. അങ്ങനത്തെ ഒരു ഫ്ലൂയിഡാണ് ഈ ഡയലൈസർ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലഡ് ഇങ്ങനെ ഈ ഒരു യൂണിറ്റിൽ കൂടെ ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ ആ ഫിൽട്രേഷൻ മെംബ്രെയിനിൽ കൂടെ ഇതിനകത്ത് വേസ്റ്റ് മെറ്റീരിയൽസ് H+, K+ അങ്ങനത്തെ വേസ്റ്റ് മെറ്റീരിയൽസ് മാത്രം ഈ ഡയലൈസർ ഫ്ലൂയിഡിലേക്ക് ഡിഫ്യൂസ് ചെയ്ത് പോകും. ബാക്കി നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള വാണ്ടഡ് മെറ്റീരിയൽസൊക്കെ അതേപോലെ തന്നെ ആ ബ്ലഡിൽ കൂടെ ഫ്ലോ ചെയ്ത് എന്നിട്ട് ആ ഔട്ട്ലെറ്റ് വഴി നമ്മുടെ വെയിനിലേക്ക് കയറിപ്പോകും. ഇതാണ് ഈ ഹീമോ ഡയാലിസിസ് എന്ന് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഡയലൈസർ യൂണിറ്റിനെ പറ്റിയിട്ടാണ്. അതിൽ കൂടിയാണ് ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ അതൊരു ചേംബറാണ്. ആ ചേംബറിനകത്ത് ഒരു ഫിൽട്രേഷൻ മെംബ്രെയിൻ ഉണ്ട്, അതിൻ്റെ അപ്പുറത്തൊരു ഡയലൈസിങ് ഫ്ലൂയിഡ് ഉണ്ട്. ആ ഫ്ലൂയിഡിലേക്കാണ് വേസ്റ്റ് മെറ്റീരിയൽസിനെ ഡിഫ്യൂസ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ അത് കിഡ്നി ചെയ്യുന്ന പോലത്തെ പ്രോസസ്സ് ചെയ്യുന്നു. കിഡ്നി ചെയ്യുന്നത് പോലെ അത്രയും പെർഫെക്ഷനോട് കൂടിയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷെ എന്നാലും ഒരു പരിധി വരെ അത് നല്ലതാണ്. പിന്നെ ഏകദേശം ഒരു 4-5 മണിക്കൂർ എടുക്കും കംപ്ലീറ്റ് നമ്മുടെ ശരീരത്തിലെ മൊത്തം ബ്ലഡും ഇതുപോലെ ഇങ്ങനെ പോവണ്ടേ, ഡയലൈസ് ഇങ്ങനെ ചെയ്തിട്ട് ക്ലീൻ ചെയ്തിട്ട് പോവണ്ടേ. അപ്പോൾ അത് കാരണം കുറച്ച് സമയം എടുത്തിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് ഈ ഹീമോ ഡയാലിസിസ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ നിന്നും വളരെ വ്യത്യാസമുള്ളതാണ് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത്.
അപ്പോൾ ഈ പിക്ചറിൽ കാണിച്ചിട്ടുള്ളതാണ് പെരിറ്റോണിയൽ ഡയാലിസിസ്. അപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ പേഷ്യൻറ്റിൻ്റെ പെരിറ്റോണിയൽ ക്യാവിറ്റി, നമ്മുടെ ബോഡി ക്യാവിറ്റിക്കകത്തേക്ക് ഇതുപോലെ ഒരു ട്യൂബ് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യും. കത്തീറ്റർ വെച്ചിട്ടൊരു ട്യൂബ് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യും. ആ ട്യൂബിൽ കൂടെ ഡയാലൈസഡ് ഫ്ലൂയിഡ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ആ ഹീമോഡയാലിസിസിൽ യൂസ് ചെയ്യുന്ന ആ ഒരു ഫ്ലൂയിഡ്, അതേ ഫ്ലൂയിഡിനെ ഈ ബോഡി ക്യാവിറ്റിയുടെ അകത്തേക്ക് കടത്തിവിടും. അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ ആ ഭാഗത്തേക്ക് കടത്തിവിടും. അപ്പോൾ അവിടേക്ക് കടത്തി വിട്ടു കഴിഞ്ഞാൽ ആ ഫ്ലൂയിഡിനകത്തേക്കും ഇതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള വേസ്റ്റ് മെറ്റീരിയൽസ്, H+K+ പോലത്തെ വേസ്റ്റ് മെറ്റീരിയൽസൊക്കെ ഇതിലേക്ക് ഡിഫ്യൂസ് ചെയ്ത് പോകും. ബോഡിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അതേപോലെ തന്നെ അവിടെ നിൽക്കും. എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം അത് സക്ഷൻ പ്രഷർ യൂസ് ചെയ്തിട്ട് ഈ ഫ്ലൂയിഡിനെ തിരിച്ച് വേറൊരു ബാഗിലേക്ക് വലിച്ചെടുക്കും. അബ്സോർബ് ചെയ്യില്ല, അതിനെ സക്ഷൻ ചെയ്തിട്ട് എടുക്കും. അപ്പോൾ ആ ഫ്ലൂയിഡിനകത്ത് ഈ വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം പ്രസൻ്റ് ആയിരിക്കും. പക്ഷേ ഇത് കുറച്ചും കൂടി ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പ്രൊസീജിയർ ആയതുകൊണ്ട് ഇതത്ര ഫ്രീക്വൻ്റ് അല്ലെങ്കിൽ അത്ര കോമൺ ആയിട്ട് യൂസ് ചെയ്യാറില്ല. ഹീമോഡയാലിസിസ് ആണ് മിക്കപ്പോഴും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ പിക്ചറിൽ 2 ടൈപ്പ് ഡയാലിസിസിൻ്റെയും ഒരുമിച്ച് കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഹീമോഡയാലിസിസ്. അപ്പോൾ ബ്ലഡ്, ആർട്ടറി എന്നുള്ള ബ്ലഡ് ഇങ്ങനെ ഫ്ലോ ചെയ്ത് പോകുമ്പോൾ അതിനകത്ത് വേസ്റ്റ് മെറ്റീരിയൽസ് കാണും. അപ്പോൾ അത് ആ ഡയാലൈസർ യൂണിറ്റിലേക്ക് പോകുന്ന സമയത്ത് അതിനകത്ത് ആ ഒരു ഫ്ലൂയിഡിലേക്ക്, ഡയാലിസൈഡ് ഫ്ലൂയിഡിലേക്ക് ആ വേസ്റ്റ് മെറ്റീരിയൽസ് മുഴുവൻ ഡിഫ്യൂസ് ചെയ്ത് പോകും. ബാക്കിയുള്ള പ്യൂരിഫൈഡ് ആയിട്ടുള്ള ബ്ലഡ് വെയിനിലേക്ക് തന്നെ ഇഞ്ചെക്ട് ചെയ്യുകയും ചെയ്യും, തിരിച്ച് കയറ്റുകയും ചെയ്യും. ഇത് പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ്. അപ്പോൾ പെരിറ്റോണിയൽ സ്പേസിലേക്ക് ഫ്ലൂയിഡിനെ പമ്പ് ചെയ്ത് വിടുന്നു. കുറച്ച് നേരത്തിന് ശേഷം ആ പെരിറ്റോണിയൽ ക്യാവിറ്റിയിൽ നിന്നും ആ ഫ്ലൂയിഡിനെ തിരിച്ച് വലിച്ചെടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതിനകത്ത് ആ വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം കിടക്കുന്നുണ്ടാവും. ഓക്കെ, ഇതാണ് 2 types of dialysis and this much about the abnormalities and artificial kidney.